അലമാര കബോർഡ് പാർട്ടീഷൻ വർക്കുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് HDHMRൻ്റെ പച്ച ഷീറ്റുണ്ട്, അതുകൊണ്ട് ചെയ്യുന്നതാവും ബെറ്റർ. ഞങ്ങളുടെ കുറേ വർഷത്തെ ആ ഒരു വർക്കിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. ഇപ്പോൾ പെയിൻറ്റ് ചെയ്യാതിരിക്കാൻ, പെയിൻറ്റിങ് ലാഭിക്കാൻ വേണ്ടി നമ്മൾ ലാമിനേഷൻ ഷീറ്റിനെ ആശ്രയിക്കുന്നുണ്ട്. അതിനെ നമ്മൾ തള്ളിപ്പറയുന്നില്ല. ചിലപ്പം അത് നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ള സമയക്കുറവ്, പെയിൻറ്റിങ് ലാഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഫിനിഷിങ് ഗ്ലേസിംഗ് ഒക്കെ കണ്ടുകൊണ്ടായിരിക്കാം. പക്ഷേ HDHMR ലേബലുള്ള ഒരു ഷീറ്റുണ്ട്, ഏകദേശം എല്ലാവർക്കും അറിയാം. ഇതാണ് ആക്ഷൻ ടെസ്സ HDHMR. ഈ ഷീറ്റ് കൊണ്ട് ചെയ്തിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്യുക, വർഷങ്ങളോളം ലാസ്റ്റ് ചെയ്യും. നമ്മളെക്കൊണ്ട് അറിയുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളങ്ങനെ പറഞ്ഞാണ് ചെയ്യിക്കാറ്. ലാമിനേഷൻ ഷീറ്റുകൾ പലതും അതിൻ്റെ ഭംഗിയും ഡിസൈനും ഒക്കെ കണ്ട് പെയിൻറ്റിങ് ലാഭം മനസ്സിലാക്കിയിട്ട് ആണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ലാമിനേഷൻ ഷീറ്റ് നല്ല ക്വാളിറ്റി ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന മെറ്റീരിയൽ അത്ര ഹാർഡായിരിക്കത്തില്ല. അതിൽ ചിലപ്പോൾ നമ്മുടെ ഇഞ്ചസ്, ഓട്ടോ ക്ലോസ് ഇഞ്ചസ്, ഹാൻഡിൽ, ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് റിവേഴ്സ് വരാൻ ചില സാധ്യതകളുണ്ട്. പക്ഷേ അതായത് ലൂസാവും. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വർക്ക് ടെൻഡർ എടുത്ത് ചെയ്യുന്നവർ ചിലപ്പം അത്യാവശ്യ ലാഭത്തിന് വേണ്ടി ചില മീഡിയം അല്ലെങ്കിൽ കുറഞ്ഞ സാധനമൊക്കെ ഇട്ട് ചെയ്യാറുണ്ട്. ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഈ HDHMR ഷീറ്റ്. ഇതിനകത്ത് സ്ക്രൂ കൊണ്ട് എന്ത് ഫിറ്റ് ചെയ്താലും ലൂസാവത്തില്ല. പിന്നെ നമുക്ക് ഒന്ന് റീസെറ്റ് ചെയ്യണമെങ്കിലോ സ്ക്രൂ ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും, ഹാൻഡിലും ഇഞ്ചസും എല്ലാം. പാർട്ടീഷൻ വർക്കുകൾ എന്തിനു പറയുന്നു, നമുക്ക് ഫർണിച്ചർ വരെ ഇത് വെച്ച് ചെയ്യാം. സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ 2-3 കോട്ട് ആ കെമിക്കൽ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇത് നല്ല വീണ്ടും അങ്ങ് സ്ട്രോങ് ആവും. അതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ HDHMR ആക്ഷൻ ടെസ്സ. ഓക്കെ.